ഹലോ ഗായ്സ്, എല്ലാവർക്കും EFL വേണ്ടി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു പാക്കിൽ എല്ലാവർക്കും ഒരു ഫ്രീ സ്പിന്നിൽ പലർക്കും പല തരം കാർഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കുള്ള അടുത്തത് ഏത് കാർഡ് സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കും എന്നുള്ളൊരു സംശയം ഉണ്ടാകും. ആ ഒരു സംശയം ഫുൾ ഡീറ്റെയിൽഡായി നമ്മൾ ഈ ഒരു വീഡിയോയിലും കാര്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടാൽ പേജും കാര്യം ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ AMF എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെന്നിസ് ബെർഗ്കാമിനെ എടുക്കുക. അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് ഞാൻ റൂയി കോസ്റ്റയാണ് പറയുന്നത്. പക്ഷേ റൂയി കോസ്റ്റയേക്കാൾ മികച്ചത് ഏതെന്ന് ചോദിച്ചാൽ അത് ഡെന്നിസ് ബെർഗ്കാം തന്നെയാണ്. കാരണം ആൾക്ക് മൊമെൻ്റം ഡ്രിബിളിങ് എന്നൊരു സ്പെഷ്യൽ സ്കില്ലും കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡ്രിബിളും ചെയ്ത് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നൊരു കാർഡും കാര്യം തന്നെയാണ് ഈ ഒരു ഡെന്നിസ് ബെർഗ്കാം. അതുപോലെ നിങ്ങൾക്ക് CF നോക്കുകയാണെങ്കിൽ അഗ്വറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്വർ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ റൂയി കോസ്റ്റയിലോ അല്ലെങ്കിൽ ടെന്നീസിലോ നോക്കാം. അതുപോലെ നിങ്ങൾ DMF നോക്കുകയാണെങ്കിൽ റൈറ്റ് കാർഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത്. കാരണം ആളുടെ ഡെസ്ട്രോയർ വളരെ ഡേഞ്ചർ കാർഡും കാര്യം തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞവർക്ക് ഒരു ടാങ്കർ ലെവലാണ് ആൾ യൂസ് ആവുന്നത്. അതുപോലെ നമുക്കൊരു വിങ്ങറ കാര്യം നിങ്ങൾ നോക്കുന്നെങ്കിൽ റിയൂസിനെ നോക്കാവുന്നതാണ്. റിയൂസ് നല്ലൊരു സ്കില്ലും കാര്യം തന്നെയാണ് കൊടുത്തത്. വിഷണറി പാസ് അത് നല്ലൊരു കാർഡും കാര്യം തന്നെയാണ് റിയൂസിൻ്റേതുള്ളത്. അതുമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് നല്ല രീതിക്ക് ഇനിയും വേണമെങ്കിൽ സ്കോൾസിനെ നിങ്ങൾക്ക് എല്ലാം വഴി നോക്കാം. നല്ലൊരു കാർഡാണ്. പ്രത്യേകിച്ച് ആൾക്ക് ലോ സ്ക്രീമർ എന്ന് പറയുന്നൊരു സ്കില്ലും കാര്യം തന്നെയാണ്. ബോസ്റ്റ് ബോക്സിലെ കിങ് തന്നെയാണ് സ്കോൾസിന് ഈ ഒരു കാർഡ്. അതുപോലെ നിങ്ങൾക്കൊരു ആങ്കർമാൻ വേണമെങ്കിൽ ബുസ്കറ്റ്സിൻ്റെ അതേ ലെവലിലാണ് കളിക്കുന്നത്. ബൊമ്മിൽ നല്ല രീതിയിൽ പാസിങ്ങും കാര്യമുള്ള ഒരു ആങ്കർമാനാണ്. നിങ്ങൾക്ക് പുള്ളിയെ വേണമെങ്കിൽ പുള്ളിയെ സൈൻ ചെയ്യാവുന്നത്. പുള്ളിക്ക് വന്നത് ലോങ് റീച്ച് ടാക്കിളാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് ഗെയിമിൽ ഒരു ആങ്കർമാൻ ഇല്ലെങ്കിൽ പുള്ളിയെ പോയി നിങ്ങൾക്ക് സൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വരുന്നത് വെയിൻ റൂണിയാണ്. വെയിൻ റൂണിയെ നിങ്ങൾ CF ഇട്ട് കളിപ്പിക്കരുത് യാതൊരു കാരണവശാലും. ആൾ നിങ്ങൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കൊടുക്കുക. ആൾ നല്ല രീതിക്ക് പെർഫോമൻസും കാര്യം തന്നെ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു ഗോൾ കീപ്പർ തീരുമില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേവിഡ് സീമനെ സൈൻ ചെയ്യുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ആളെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ക്വാഡിൽ ഇനി എല്ലാതും പ്ലേയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ അട്ടയ്ക്കൊക്കെ വെക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് വെറുതെ CFൽ നിറയ്ക്കാൻ മാത്രമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഡാനിയൽ മസാറോയെ സൈൻ ചെയ്യുക. അല്ലാത്ത പക്ഷം യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഉപയോഗമില്ലെങ്കിൽ പുള്ളിയെ സൈൻ